സെഷനിലേക്ക് സ്വാഗതം. ഹെയർ സ്ട്രെയിറ്റനിങ്, റീബോണ്ടിങ്, സ്മൂത്തനിങ് തുടങ്ങിയ കെമിക്കൽ ട്രീറ്റ്മെന്റുകൾക്ക് സുരക്ഷാ മുൻകരുതലുകളും അനന്തര പരിചരണ നിർദ്ദേശങ്ങളും പ്രധാനമാണ്. ഒരു ബ്യൂട്ടീഷ്യൻ എന്ന നിലയിൽ എപ്പോഴും നിങ്ങളുടെ ക്ലയന്റിന്റെ സുരക്ഷയും സൗകര്യവും ഉറപ്പാക്കുക എന്നതിന് മുൻഗണന കൊടുക്കണം. ലക്ഷ്യങ്ങൾ. ഈ സെഷൻ അവസാനിക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് മുടിയുടെ വിവിധ തരങ്ങളും ഘടനകളും ഹെയർ ട്രീറ്റ്മെന്റുകളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് വിശദീകരിക്കാനാകും. ഹെയർ ട്രീറ്റ്മെന്റുകൾക്ക് മുൻപ് പാച്ച് ടെസ്റ്റ് നടത്താൻ സാധിക്കും. ഹെയർ സ്ട്രെയിറ്റനിങ്, റീബോണ്ടിങ്, സ്മൂത്തനിങ് എന്നിവയ്ക്ക് വേണ്ട സുരക്ഷാ മുൻകരുതലുകൾ എന്തൊക്കെയെന്ന് വിശദീകരിക്കാനാകും. കൂടാതെ ഹെയർ സ്ട്രെയിറ്റനിങ്, റീബോണ്ടിങ്, സ്മൂത്തനിങ് എന്നിവയ്ക്ക് ശേഷം നൽകേണ്ട പരിചരണത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ നൽകാനാകും. ഹെയർ സ്ട്രെയിറ്റനിങ്, റീബോണ്ടിങ്, സ്മൂത്തനിങ് എന്നിങ്ങനെ പലതരത്തിലുള്ള ഹെയർ ട്രീറ്റ്മെന്റുകളിൽ അനുയോജ്യമായവ തിരഞ്ഞെടുക്കണമെങ്കിൽ മുടിയുടെ വ്യത്യസ്ത തരങ്ങളും ഘടനകളും നിങ്ങൾ നന്നായി മനസ്സിലാക്കിയിരിക്കണം. റീബോണ്ടിങ്. സ്വാഭാവികമായി സ്ട്രെയിറ്റ് ആയിട്ടുള്ളതോ കുറച്ച് വേവി ആയതോ ആയ മുടിയുള്ളവർക്കാണ് ഹെയർ റീബോണ്ടിങ് ഏറ്റവും നന്നായി യോജിക്കുക. റീബോണ്ടിങ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുടിയുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. മുടി ഏതെങ്കിലും തരത്തിൽ കേടുവന്നതോ ആരോഗ്യമില്ലാത്തതോ ആവശ്യത്തിലധികം പ്രക്രിയകൾ ചെയ്തിട്ടുള്ളതോ ആണെങ്കിൽ റീബോണ്ടിങ് കൊണ്ട് സ്ഥിതി കൂടുതൽ മോശമായി മുടി പൊട്ടുന്നതിനും വരണ്ടു പോകുന്നതിനും ഇടയാക്കും. സ്ട്രെയിറ്റനിങ്. കെരാറ്റിൻ ട്രീറ്റ്മെന്റ് പോലുള്ള ഹെയർ സ്ട്രെയിറ്റനിങ് ട്രീറ്റ്മെന്റുകൾ വേവി, ചുരുണ്ടത് അല്ലെങ്കിൽ ഫ്രിസിയായ മുടിയുള്ളവർക്ക് നന്നായി ചേരും. ഈ ട്രീറ്റ്മെന്റുകൾ മുടിയുടെ ഫ്രിസും ചുരുളുകളും കുറച്ച് കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ളതാക്കും. എന്നാലും മുടിയുടെ സ്വാഭാവികതയും ചെയ്യുന്ന ട്രീറ്റ്മെന്റിന്റെ സവിശേഷതയുമാണ് അതിന്റെ ഫലപ്രാപ്തിയും അത് എത്ര കാലം നിലനിൽക്കും എന്നുള്ളതും നിശ്ചയിക്കുന്നത്. സ്മൂത്തനിങ്. മുടിയുടെ ഫ്രിസ് കുറച്ച് കൈകാര്യം ചെയ്യാൻ എളുപ്പമാക്കുക എന്നതാണ് ഹെയർ സ്മൂത്തനിങ് കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഇത് കൂടുതലായും വേവിയോ ചുരുണ്ടതോ അല്ലെങ്കിൽ ഫ്രിസിയായതോ ആയ മുടിയുള്ളവർക്ക് മുടിക്ക് ഉള്ളുണ്ടെങ്കിലും ഇല്ലെങ്കിലും നന്നായി ചേരും. ഹെയർ സ്മൂത്തനിങ് ട്രീറ്റ്മെന്റുകൾ മുടിയുടെ സ്വാഭാവികമായ വേവി അല്ലെങ്കിൽ ചുരുളുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ മുടിക്ക് നല്ല തിളക്കം നൽകുന്നു. ഹെയർ റീബോണ്ടിങ്, സ്ട്രെയിറ്റനിങ്, സ്മൂത്തനിങ് എന്നിവയ്ക്കുള്ള പാച്ച് ടെസ്റ്റ്. ഹെയർ റീബോണ്ടിങ്, സ്ട്രെയിറ്റനിങ്, സ്മൂത്തനിങ് എന്നീ ട്രീറ്റ്മെന്റുകൾക്ക് മുൻപ് പാച്ച് ടെസ്റ്റ് നടത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. പാച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഹെയർ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന കെമിക്കലുകൾ കുറച്ചെടുത്ത് ചർമ്മത്തിൽ ചെറിയൊരു സ്ഥലത്ത് പുരട്ടുന്നു. സാധാരണയായി ചെവിയുടെ പുറകിലോ കൈത്തണ്ടയിലോ ആണ് പുരട്ടുന്നത്. ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ട് ക്ലയന്റിന് അലർജി ഉണ്ടോ എന്നറിയാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. സാധാരണയായി ശരിയായ ട്രീറ്റ്മെന്റിന് 24 മുതൽ 48 മണിക്കൂർ മുൻപ് പാച്ച് ടെസ്റ്റ് ചെയ്തിരിക്കണം. ഈ സമയത്ത് പാച്ച് ടെസ്റ്റ് ചെയ്ത സ്ഥലത്ത് ചുവപ്പോ തടിപ്പോ അസ്വസ്ഥതയോ ഉണ്ടാകുന്നുണ്ടോ എന്ന് ബ്യൂട്ടീഷ്യൻ നിരീക്ഷിക്കണം. ഇനി നമുക്ക് കെമിക്കൽ റിലാക്സിംഗ് ട്രീറ്റ്മെന്റുകൾ ചെയ്യുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയെന്ന് നോക്കാം. ട്രീറ്റ്മെന്റിന്റെ ഓരോ ഘട്ടങ്ങളിലും ഇനി പറയുന്ന സ്റ്റെപ്പുകൾ പിന്തുടരണം. സുരക്ഷയ്ക്കായി ഗ്ലൗസ് ഉപയോഗിക്കുക. ഹെയർ റിലാക്സിംഗ് പ്രക്രിയയിൽ ഉടനീളം സുരക്ഷയ്ക്കായി ഗ്ലൗസ് ഇടുന്നത് കെമിക്കലുകൾ സ്പർശിക്കുന്നതുകൊണ്ട് കൈകൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള അസ്വസ്ഥതയുണ്ടാകുന്നതിൽ നിന്നും സംരക്ഷണം നൽകുന്നു. ക്ലയന്റിനെ ഗൗൺ ധരിപ്പിക്കുക. ബ്യൂട്ടി ആൻഡ് വെൽനസ് ഇൻഡസ്ട്രിയിൽ ക്ലയന്റിനെ സലൂൺ ഗൗൺ ധരിപ്പിക്കുക എന്നത് പൊതുവായ സമ്പ്രദായമാണ്. വളരെ പ്രാധാന്യമുള്ള ഈ സ്റ്റെപ്പ് ക്ലയന്റിന്റെ സ്വകാര്യത ഉറപ്പുവരുത്തുക മാത്രമല്ല ആരോഗ്യകരവും പ്രൊഫഷണലുമായ ഒരു അന്തരീക്ഷം നിലനിർത്തുകയും ചെയ്യുന്നു. ഇതുകൂടാതെ കെമിക്കലുകളും മുടിയും ക്ലയന്റിന്റെ ചർമ്മത്തിലോ വസ്ത്രങ്ങളിലോ വീഴാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ട്രീറ്റ്മെന്റിന് മുൻപേയുള്ള പരിശോധന. ക്ലയന്റിന്റെ സ്കാൽപ്പിൽ എന്തെങ്കിലും അസ്വസ്ഥതകളോ പോറലോ ഉണ്ടോ എന്നറിയാൻ എപ്പോഴും ആദ്യം സ്കാൽപ്പ് പരിശോധിക്കുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാവുന്നത് ഒഴിവാക്കാൻ ഹെയർ റിലാക്സിംഗ് ട്രീറ്റ്മെന്റുമായി മുന്നോട്ട് പോവാതിരിക്കുക എന്നത് വളരെ നിർണായകമാണ്. മുടി വിശകലനം ചെയ്യുക. സ്ട്രാൻഡ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രക്രിയകളിലൂടെ മുടി നന്നായി വിശകലനം ചെയ്യുക. ഈ ടെസ്റ്റുകൾ ചെയ്യുന്നതിലൂടെ മുടിക്ക് അനുയോജ്യമായ റിലാക്സർ തിരഞ്ഞെടുക്കാനും പ്രക്രിയകൾക്ക് എത്ര സമയം വേണം എന്ന് തീരുമാനിക്കാനും സാധിക്കും. കേടുപാടുള്ള മുടിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഗൗരവതരമായ കേടുപാടുകളുള്ള മുടി റിലാക്സ് ചെയ്യരുത്. പകരം മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള വിവിധ കണ്ടീഷനിംഗ് ട്രീറ്റ്മെന്റുകളെക്കുറിച്ച് ക്ലയന്റിന് പറഞ്ഞു കൊടുക്കുക. ഇപ്രകാരമുള്ള മുടി മുറിക്കുന്നതാണ് നല്ല ഫലം കിട്ടാൻ ചെയ്യേണ്ടത് എന്ന് ക്ലയന്റിന് മനസ്സിലാക്കി കൊടുക്കുക. നിർമ്മാതാവിന്റെ നിർദ്ദേശങ്ങൾ പിന്തുടരുക. ഹെയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിന് മുൻപ് നിർമ്മാതാവിന്റെ നിർദ്ദേശങ്ങൾ വായിച്ചു മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഓർക്കുക,
ഓരോ ഉൽപ്പന്നത്തിനും എടുക്കേണ്ട അളവും പ്രക്രിയയ്ക്ക് വേണ്ട പ്രോസസ്സിംഗ് സമയവും വ്യത്യസ്തങ്ങളായിരിക്കും. പലതരത്തിലുള്ള റിലാക്സറുകൾ കൂട്ടിക്കലർത്തുന്നത് ഒഴിവാക്കുക. ഒരു തിയോ റിലാക്സർ പ്രയോഗിച്ച് അതിനുമേൽ ഒരിക്കലും സോഡിയം ഹൈഡ്രോക്സൈഡ് റിലാക്സർ പുരട്ടരുത്. തിരിച്ചും അതേപോലെ തന്നെ. പലതരത്തിലുള്ള റിലാക്സറുകൾ കൂട്ടിക്കലർത്തുന്നത് കെമിക്കൽ റിയാക്ഷനുകൾക്ക് ഇടയാക്കുകയും അത് മുടിക്ക് ദോഷം ചെയ്യുകയും ചെയ്യും. ശരിയായ റിലാക്സർ തിരഞ്ഞെടുക്കുക. ഘനം കുറഞ്ഞ മൃദുവായ മുടിയിൽ വീര്യം കൂടിയ റിലാക്സർ പ്രയോഗിക്കുന്നത് മുടി പൊട്ടുന്നതിനും കേടുവരുന്നതിനും കാരണമാകും. ശ്രദ്ധിക്കുക, റിലാക്സർ പുരട്ടുന്നതിന് മുൻപ് മുടിയോ സ്കാൽപ്പോ ബ്രഷ് ചെയ്യരുത്. കനം കുറഞ്ഞ മൃദുവായ മുടിയിൽ വീര്യം കൂടിയ റിലാക്സറുകൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. കാരണം മുടി പൊട്ടാനും മുടിയുടെ ഘടന ദുർബലമാകാനും സാധ്യതയുണ്ട്. ശരിയായ താപനില സെറ്റ് ചെയ്യുക. കെമിക്കലുകൾ പ്രയോഗിച്ച് റിലാക്സ് ചെയ്ത മുടിയിൽ ഹീറ്റ് സ്റ്റൈലിംഗ് ഉപകരണങ്ങളായ കൂൾ അല്ലെങ്കിൽ വാം അയൺ പ്രയോഗിക്കുമ്പോൾ ചൂട് കൂടിപ്പോകാതെ ശ്രദ്ധിക്കണം. കാരണം അത് റിലാക്സ് ട്രീറ്റ്മെന്റ് ചെയ്ത ഹെയർ സ്ട്രാൻഡുകൾക്ക് കൂടുതൽ ദോഷം ചെയ്യും. സ്ട്രാൻഡ് ടെസ്റ്റ് ചെയ്യുക. റിലാക്സിംഗ് പ്രോസസ്സിംഗ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്ട്രാൻഡ് ടെസ്റ്റ് ചെയ്ത് പുരോഗതി നിരീക്ഷിക്കുകയും എത്ര വേഗത്തിലാണ് സ്വാഭാവികമായ ചുരുളുകൾ നീങ്ങുന്നത് എന്നും കണക്കാക്കുക. സ്കാൽപ്പിൽ റിലാക്സർ സ്പർശിക്കുന്നത് ഒഴിവാക്കുക. ക്ലയന്റിന് ദോഷം ചെയ്യും എന്നതിനാൽ കെമിക്കൽ റിലാക്സർ സ്കാൽപ്പിൽ സ്പർശിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ആകസ്മികമായി റിലാക്സർ സ്കാൽപ്പിൽ പുരളുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു നനഞ്ഞ ടവൽ ഉപയോഗിച്ച് മൃദുവായി തുടച്ചു കളഞ്ഞ് പ്രൊട്ടക്റ്റീവ് ക്രീം പുരട്ടുക. മുടി നന്നായി കഴുകുക. റിലാക്സിംഗ് പ്രോസസ് പൂർത്തിയായാൽ മുടി നന്നായി കഴുകുക. കെമിക്കലുകൾ നിർവീര്യമാക്കുവാൻ ഷാംപൂ പ്രയോഗിക്കുക. റിലാക്സറിന്റെ അവശിഷ്ടങ്ങൾ ബാക്കിയിരുന്നാൽ മുടി കേടുവരും. കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ പിന്തുടരേണ്ട ചില നല്ല ശീലങ്ങളാണ് ഇനി പറയുന്നത്. റിലാക്സിംഗ് പ്രക്രിയയ്ക്ക് ശേഷം ഒരു വൈഡ് ടൂത്ത് കോംബ് ഉപയോഗിച്ച് മുടി ചീകുന്നത് അനാവശ്യമായി മുടി പൊട്ടുന്നത് തടയുന്നു. ചീർപ്പ് കൊണ്ടോ നഖം കൊണ്ടോ സ്കാൽപ്പിൽ ചൊറിയുന്നത് ഒഴിവാക്കുക. മുടി സെറ്റ് ചെയ്യുന്നതിന് മുൻപ് സ്കാൽപ്പിലും മുടിയിലും കണ്ടീഷണർ പുരട്ടുക. കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്തതിനു ശേഷം മുടിക്ക് പോഷണം നൽകി സംരക്ഷിക്കാൻ ഇത് സഹായകമാകുന്നു. മെറ്റാലിക് ഡൈ ഉപയോഗിച്ച മുടിയിൽ ഹെയർ റിലാക്സിംഗ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഒഴിവാക്കുക. കാരണം അത് അനാവശ്യമായ കെമിക്കൽ റിയാക്ഷനുകൾക്ക് ഇടയാക്കും. ഓരോ ട്രീറ്റ്മെന്റ് കഴിയുമ്പോഴും ചെയ്ത പ്രക്രിയയെക്കുറിച്ചും ഏതൊക്കെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു എന്നതിനെക്കുറിച്ചും ഒരു റെക്കോർഡ് കാർഡിൽ രേഖപ്പെടുത്തി വെക്കാൻ ശ്രദ്ധിക്കുക. അതുകൂടാതെ പിന്നീട് സംഭവിച്ചേക്കാവുന്ന ഏതെങ്കിലും ബാധ്യതകളിൽ നിന്ന് സലൂണിനെയും കോസ്മെറ്റോളജിസ്റ്റിനെയും സംരക്ഷിക്കുന്നതിനായി ഒരു റിലീസ് സ്റ്റേറ്റ്മെന്റിൽ ഒപ്പിട്ടു തരാൻ ക്ലയന്റിനോട് ആവശ്യപ്പെടണം. ദുർബലമായ കനം കുറഞ്ഞ മുടിയിൽ കെമിക്കൽ റിലാക്സറുകൾ പ്രയോഗിക്കരുത്. അത് മുടിക്ക് കൂടുതൽ ദോഷം ചെയ്യും. ഓർക്കുക, ഒരിക്കലും മുടിയുടെ സ്വാഭാവിക ഘടനയുടെ 80% മേൽ റിലാക്സ് ചെയ്യാനോ സ്ട്രെയിറ്റൻ ചെയ്യാനോ പാടില്ല. ഈ പരിധി കടക്കുന്നത് മുടിക്ക് ഹാനികരമാണ്. ട്രീറ്റ്മെന്റിന് ശേഷമുള്ള പരിചരണ നിർദ്ദേശങ്ങൾ ക്ലയന്റ് അതേപടി പിന്തുടരേണ്ടത് വളരെ പ്രധാനമാണ്. ഇത് ഹെയർ സ്റ്റൈൽ നിലനിർത്തുന്നതിനും മുടിയുടെ സംരക്ഷണത്തിനും ആവശ്യമാണ്. ആദ്യത്തെ 3 ദിവസം മുടി നനയ്ക്കരുത് എന്ന് ക്ലയന്റിനോട് നിർദ്ദേശം കൊടുക്കുക. ഇത് മുടി നന്നായി സെറ്റായി ദീർഘകാലത്തേക്ക് ട്രീറ്റ്മെന്റിന്റെ ഫലം നിലനിർത്തുന്നു. സ്മൂത്തനിങ് പ്രോസസ്സിന് തടസ്സമാകും എന്നതിനാൽ ഈ കാലയളവിൽ ക്ലയന്റിനോട് മുടി കെട്ടുകയോ ചെവിക്ക് പിന്നിലേക്ക് മാടിവെക്കുകയോ ചെയ്യരുത് എന്നും പറയണം. ഉറങ്ങുമ്പോൾ മുടി സ്ട്രെയിറ്റായി തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു കൊടുക്കണം. മുടിക്ക് ചുളിവോ വളവോ ഉണ്ടാകാതിരിക്കാനാണ് ഇത്. മുടിയുടെ പ്രൊസീജിയർ ചെയ്ത് 3 ദിവസത്തിന് ശേഷം അനുയോജ്യമായ ഷാംപൂവും കണ്ടീഷണറും ഉപയോഗിച്ച് മുടി കഴുകാം. മുടിക്ക് പോഷകവും ഈർപ്പവും ലഭിക്കാൻ പതിവുള്ളതിനേക്കാൾ കൂടുതൽ സമയം കണ്ടീഷണർ മുടിയിൽ നിലനിർത്താൻ നിർദ്ദേശം നൽകണം. മുടിയിൽ കെട്ടുകൾ ഉണ്ടെങ്കിൽ സ്ട്രാൻഡുകൾ പതുക്കെ വേർപെടുത്താനായി ഒരു വൈഡ് ടൂത്ത് കോംബ് ഉപയോഗിക്കാൻ ശുപാർശ ചെയ്യുക. കേടുപാടുകൾ ഉണ്ടാകുമെന്നതിനാൽ ഹെയർ ബ്രഷ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കാനും പറയുക. അന്തരീക്ഷ മാലിന്യങ്ങൾ, വെയിൽ, പൊടി എന്നിവയേറ്റുണ്ടാകുന്ന കേടുകളിൽ നിന്ന് സംരക്ഷിക്കാനായി പതിവായി മുടിയിൽ ഹെയർ സെറം പുരട്ടണം. മുടി വരളുന്നതും ചുരുളുന്നതും ഒഴിവാക്കി ഈർപ്പം നിലനിർത്താൻ ഒരു ലിവിൻ കണ്ടീഷണറും പ്രയോഗിക്കണം. സ്മൂത്തനിങ്ങിന് ഉപയോഗിച്ച കെമിക്കലുകൾ കാരണം നഷ്ടപ്പെട്ട പോഷകങ്ങൾ വീണ്ടെടുക്കാൻ ഹെയർ മാസ്കുകൾ ഉപയോഗിക്കാനോ പതിവായി ഹെയർ സ്പാ പ്രയോഗിക്കാനോ ക്ലയന്റിനെ പ്രേരിപ്പിക്കുക. പോഷകാഹാരം കഴിക്കേണ്ടതിന്റെ ആവശ്യകത ക്ലയന്റിന് പറഞ്ഞു കൊടുക്കുക. ഹെയർ പ്രൊസീജിയർ ചെയ്ത് 15 ദിവസത്തിന് ശേഷം മുടിയുടെ അറ്റം പിളരുന്നത് തടയാനായി പതിവായി അറ്റം ട്രിം ചെയ്ത് മുടി നല്ല ആരോഗ്യത്തോടെ സംരക്ഷിക്കാൻ ഉപദേശിക്കുക. കുറച്ചു നാളേക്ക് ഹീറ്റിംഗ് ഉപകരണങ്ങൾ ഉപയോഗിക്കരുതെന്നും
ബ്ലോ ഡ്രൈ ചെയ്യേണ്ടി വരികയാണെങ്കിൽ കൂൾ ബ്ലാസ്റ്റ് മോഡ് ഉപയോഗിക്കാനും ശുപാർശ ചെയ്യുക. മുടിയിൽ തീക്ഷ്ണമായ വെയിൽ, തണുത്ത കാറ്റ്, മഴ എന്നിവ ഏൽക്കാതെ കുട പിടിച്ചോ തൊപ്പി വെച്ചോ സംരക്ഷിക്കണം. മുടി വരണ്ട് കെട്ടുപിടിക്കാതെ ഈർപ്പം നിലനിർത്താൻ ആന്റി ഫ്രിസ് സ്പ്രേ പ്രയോഗിക്കാൻ നിർദ്ദേശിക്കുക. സ്മൂത്തനിങ് ട്രീറ്റ്മെന്റിൽ നിന്നും മുടി മുക്തമാവുന്നത് വരെ, അതായത് 6 മാസത്തോളമെങ്കിലും ഹെയർ കളറിങ്ങോ ഹൈലൈറ്റിങ്ങോ ചെയ്യരുതെന്ന് ഉപദേശിക്കുക. മുടി കെട്ടുകയോ ഹെയർ പിന്നുകൾ ഉപയോഗിക്കുകയോ ചെയ്യരുത് എന്ന് നിർദ്ദേശിക്കുക. കാരണം അങ്ങനെയുണ്ടാവുന്ന മടക്കുകൾ സ്ട്രെയിറ്റൻ ചെയ്യുക എന്നത് ഒരു വെല്ലുവിളിയാണ്. മുടിയിൽ അധികം എണ്ണമയമില്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഷാംപൂ ഇടുകയോ അല്ലെങ്കിൽ ഷാംപൂവിനു പകരം കണ്ടീഷണർ ഇടുകയോ ചെയ്യാൻ ശുപാർശ ചെയ്യുക. മുടിയുടെ ബലവും തിളക്കവും ബൗൺസും ദീർഘകാലം നിലനിൽക്കാൻ പതിവായി വളരെ ശ്രദ്ധയോടെയുള്ള കേശപരിചരണത്തിന്റെ പ്രാധാന്യം ക്ലയന്റിന് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങളുടെ ക്ലയന്റുകൾക്ക് അവരുടെ ഹെയർ സ്മൂത്തനിങ് ട്രീറ്റ്മെന്റിന്റെ ഫലം കൂടുതൽ കാലം ആസ്വദിക്കാൻ കഴിയും. ചിട്ടയോടുകൂടിയും ശ്രദ്ധയോടെയുമുള്ള പരിചരണത്തിന്റെ ഫലം ആരോഗ്യമുള്ള, മൃദുലമായ, ചുരുളുകളില്ലാത്ത മുടിയായിരിക്കുമെന്ന് അവരെ ഓർമ്മിപ്പിക്കുക. ഇതോടെ സെഷൻ അവസാനിച്ചിരിക്കുന്നു. അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പഠിച്ച പ്രധാന പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുടിയുടെ തരങ്ങളും ഘടനയും മുടി ചികിത്സകളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് വിശദീകരിക്കുക. മുടി ചികിത്സയ്ക്ക് മുമ്പ് ഒരു പാച്ച് ടെസ്റ്റ് നടത്തുക. ഹെയർ സ്ട്രെയിറ്റനിങ്, റീബോണ്ടിങ്, സ്മൂത്തനിങ് എന്നിവയ്ക്കുള്ള സുരക്ഷാ മുൻകരുതലുകൾ വിശദീകരിക്കുക. ഹെയർ സ്ട്രെയിറ്റനിങ്, റീബോണ്ടിങ്, സ്മൂത്തനിങ് എന്നിവയ്ക്ക് ശേഷമുള്ള പരിചരണത്തിനുള്ള ഉപദേശം നൽകുക. വീഡിയോ കണ്ടതിന് നന്ദി. വീണ്ടും അടുത്ത സെഷനിൽ കാണാം.